ലോവിനോ ഇന്റർനാഷണൽ ബിസിനസ് സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, അപ്പോൾ നമ്മുടെ പ്രൈം ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സൊല്യൂഷൻസിൽ നിന്നും നമ്മൾ ലോവിനോ ഇന്റർനാഷണലിലേക്ക് മാറിയതിനു ശേഷമുള്ള നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മുടെ സർവീസസും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് ഞങ്ങളോട് ചേർന്ന് വർക്ക് ചെയ്യാനുള്ള അവസരങ്ങളും നിങ്ങൾക്കായിട്ടുള്ള ഒരു 5 ലക്ഷം രൂപയുടെ ഗീവവേയും പിന്നെ നമ്മുടെ അഡ്വർടൈസ്മെന്റ് ഷെയർ ചെയ്യുന്നതിലൂടെ പണം സമ്പാദിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പുറകിലുള്ള വീഡിയോകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയാതെ പല ആളുകളും കയ്യിൽ ഒരുപാട് പണമുള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ട്. എന്നിരുന്നാലും കയ്യിലുള്ള പണത്തെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, സേഫ് ആയിട്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നറിയാതെ ഒരുപാട് ആളുകൾ പല സ്ഥലത്തും നമ്മുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ തന്നെ കമന്റായിട്ടും അല്ലെങ്കിൽ പോസ്റ്റായിട്ടൊക്കെ ഒരുപാട് ഇടാറുണ്ട്. നമ്മൾ അതൊക്കെ കാണാറുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ കൂടുതലും, പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മെത്തേഡാണ് റിയൽ എസ്റ്റേറ്റ്. റിയൽ എസ്റ്റേറ്റ് ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ 100% വിജയകരമാണോ അല്ലെങ്കിൽ ലാഭകരമാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും അല്ല. ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ 2 വർഷം മുൻപേ 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഒരു സ്ഥലം ഇന്ന് നമ്മൾക്ക് 10 ലക്ഷം രൂപയ്ക്ക് തന്നെ വിൽക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ 80% പ്രോപ്പർട്ടികളും ഇന്ന് ആ വിലയ്ക്ക് നമുക്ക് വിൽക്കുവാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. അത് മാത്രമല്ല, നമ്മൾ റിയൽ എസ്റ്റേറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം നമ്മുടെ മുഴുവൻ പണത്തെയായിരിക്കും നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വലിയൊരു മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് 5 ലക്ഷം, 10 ലക്ഷം, 20 ലക്ഷം, 50 ലക്ഷം, അങ്ങനെ മുകളിലേക്ക് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് വലിയ രീതിയിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ, നമ്മൾ ഇത്ര പണം ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടാൽ നമുക്കൊരു ആവശ്യം വന്നാൽ നമ്മൾക്കിത് വിൽക്കുവാൻ സാധിക്കുമോ? നമ്മുടെ 10 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി നമ്മൾക്കൊരു ആവശ്യം വന്നാൽ ഒരുപക്ഷെ നമുക്ക് 5 ലക്ഷം രൂപയ്ക്ക് വിറ്റ് ഒഴിവാക്കേണ്ടി വരും. ഒരുപക്ഷെ നമ്മുടെ മകളുടെ കല്യാണം, കുട്ടികളുടെ പഠനം, ഹോസ്പിറ്റൽ കേസ്, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വരുമ്പോൾ നമ്മൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ഇതൊക്കെ വിറ്റൊഴിവാക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ളവർ, ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് പറയുന്നത്. ഞാനിത് വ്യക്തമായി പഠിച്ചതിന് ശേഷവും എൻ്റെ ബിസിനസ്സിൽ നിന്നുള്ളൊരു അനുഭവത്തിൽ നിന്നുമാണ് ഞാൻ പറയുന്നത്. നമുക്ക് റിയൽ എസ്റ്റേറ്റിന് പകരം നമുക്ക് നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ മാസം ലഭിക്കുന്ന ശമ്പളത്തിന് 1000 രൂപ വെച്ച് പോലും നമുക്ക് മാസം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പണത്തെ 1 വർഷമോ 2 വർഷമോ കൊണ്ട് നമുക്കൊരു 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ആക്കി മാറ്റുവാൻ സാധിക്കുന്നതായിട്ടുള്ള കുറച്ച് ഇൻവെസ്റ്റ്മെന്റുകളെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. നാളെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ ഇൻവെസ്റ്റേഴ്സിനെ നമ്മുടെ കമ്പനിയിലേക്ക് ഞാൻ ഇൻവെസ്റ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നുമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് റിയൽ എസ്റ്റേറ്റിന് പകരമായി നമ്മുടെ ചെറിയ തുകകൾ വരെ, പലരും ലോണൊക്കെ എടുത്താണ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പൈസയൊക്കെ സ്വരുക്കൂട്ടി വെച്ചതിന് ശേഷവും ലോൺ എടുത്തിട്ട് ചെയ്യാറുണ്ട്. അത്തരത്തിലൊന്നും വേണ്ട. നമ്മുടെ കിട്ടുന്ന മാസം 1000 രൂപയെങ്കിൽ 1000 രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിന്റെ ഞാൻ ഇന്നൊരു 5 ഇൻവെസ്റ്റ്മെന്റ് രീതികൾ പറയാം. പിന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു സാമ്പത്തിക വിദഗ്ധനുമായി ഒരു കൺസൾട്ടേഷൻ നടത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാവുകയുള്ളൂ. ഞാൻ ഈ പറയുന്ന 5 വളരെ റിസ്ക് കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് രീതികളാണ്. എന്നിരുന്നാൽ പോലും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളൊരു സാമ്പത്തിക വിദഗ്ധനുമായി കൺസൾട്ട് ചെയ്യുന്നതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ ഇത്തരത്തിൽ ഈ ഒരു 5 രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ സാധിക്കുമെന്ന് മറ്റുള്ളവരെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ഈ ഇൻവെസ്റ്റ്മെന്റ് രീതികളൊക്കെ പലർക്കും അറിയാവുന്നതായിരിക്കും. എന്നിരുന്നാലും അത്തരക്കാരൊന്ന് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കേൾക്കുക. പലർക്കും ഇതൊരു പുതിയ അറിവായിരിക്കും. ഞാൻ അത്തരക്കാരെ ഉദ്ദേശിച്ച് മാത്രമാണ് ഈ വീഡിയോ പറയുന്നത്. നമുക്ക് ഈ ഓരോ ഇൻവെസ്റ്റ്മെന്റ് രീതികളും വലിയ രീതിയിൽ പറഞ്ഞു പോയി ഈ വീഡിയോ വലുതാകും. നിങ്ങൾക്ക് ഓരോന്നിനെ പറ്റി അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയെ പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ 5 ഇൻവെസ്റ്റ്മെന്റ് രീതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന് മുൻപായി നമുക്ക് നമ്മുടെ നാട്ടിലെ കുറച്ച് സർവീസസിനെ പറ്റി ഒന്ന് നോക്കാം. നമ്മൾ ലോവിനോ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് നാട്ടിൽ ലോഞ്ച് ആയിരിക്കുകയാണ്. നമുക്ക് നിരവധി സർവീസസുകളുണ്ട്. എന്നിരുന്നാലും അതിൽ പ്രധാനമായുള്ള 2-3 സർവീസസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് നാട്ടിലിരുന്നുകൊണ്ട് ലോകത്തിലെ 19 രാജ്യങ്ങളിലെ 232 തൊഴിലുടമകളിലേക്ക് നിങ്ങൾക്ക് റിക്രൂട്ടിംഗ് സർവീസസ് ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അത് ഓൾറെഡി അതിന്റെ പ്രോസസ്സിംഗിലാണ്. അതിന്റെ റിക്രൂട്ടിംഗ് ഏജൻസി ലൈസൻസിന്റെ വർക്ക് കഴിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ ലോവിനോ ബിസിനസ് കൂട്ടായ്മ എന്ന് പറയുന്ന ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റിയിൽ ദയവായി ഒന്ന് ജോയിൻ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ആരുടെയും ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയുടെ സഹായം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എംപ്ലോയറിലേക്ക് അല്ലെങ്കിൽ തൊഴിലുടമയിലേക്ക് എത്താനുള്ളൊരു പോർട്ടലിന്റെ പിറകിലാണ് ഞങ്ങൾ. അടുത്ത വർഷം തന്നെ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൂടാതെ നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങൾക്കോ ലോകത്തിന്റെ ഏത് രാജ്യത്തും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളും കോളേജുകളിലും ഞങ്ങൾ അഡ്മിഷൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതും നമ്മുടെ തന്നെ എഡ്യൂക്കേഷൻ ലോൺ സ്കീമും നമ്മുടെ ഗവൺമെന്റ് സബ്സിഡി സ്കീമുകളൊക്കെ ഉൾപ്പെടുത്തി, എലിജിബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ സബ്സിഡി സ്കീം അനുവദിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള സ്കീമുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് IELTS ഇല്ലാതെ ഒക്കെ തന്നെ നിരവധി കൺട്രികളിൽ പഠിക്കാൻ സാധിക്കുന്നതാണ്. അത് കുറഞ്ഞ ചെലവിൽ. അപ്പോൾ അത്തരത്തിലുള്ള സേവനങ്ങൾക്കായി ദയവായി നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. അതുമാത്രമല്ല, നിങ്ങൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് നമ്മുടെ റിക്രൂട്ടിംഗ് സർവീസസ് മുഖേന തന്നെ ഞാൻ ഈ പറഞ്ഞ 19 രാജ്യങ്ങളിലേക്കുള്ള
ജോലിക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കുന്നതാണ്. ഞങ്ങൾ ജോലിയിലേക്ക് എത്തിക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു സർവീസിനെ പറ്റി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഇന്നത്തെ 5 മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ ഞാൻ ആദ്യമായി നിങ്ങൾക്ക് പറയുന്നത്, നിങ്ങൾക്കെല്ലാം എനിക്ക് ചെറിയൊരു കോൾഡ് ഉണ്ട്, ജലദോഷമുണ്ട്, ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഞാൻ ഇന്ന് ആദ്യം പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്, നിങ്ങൾക്കെല്ലാം സുപരിചിതമായ നമ്മളെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്, നമ്മൾ ആദ്യം പ്രാധാന്യം കൊടുക്കുന്ന ഒന്ന് തന്നെയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റിനെ പറ്റിയാണ് ഞാൻ ആദ്യം പറയുന്നത്. പക്ഷേ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് ലഭിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ROI അല്ലെങ്കിൽ അതിന്റെ റിട്ടേൺ വളരെ കുറവാണ്. പക്ഷെ ഞാൻ 5ാം സ്ഥാനത്താണ് ഇത് പറയുന്നത്. കാരണം പലർക്കും ഇതൊരു റിസ്ക് ഫ്രീ ആയിട്ടുള്ള, ഞാൻ ഇനി അടുത്ത പറയാൻ പോകുന്ന ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡുകളെ പറ്റി അറിയാത്തവർക്ക് ഇത് വളരെ റിസ്ക് ഫ്രീ ആയിട്ട് നമുക്കൊരു സേഫ് ആണെന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്ക്രീനിൽ പല ബാങ്കുകളുടെ പല ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇൻട്രസ്റ്റ് റേറ്റുകളെ പറ്റി കാണാൻ സാധിക്കും. മാക്സിമം നമുക്ക് 8.25 8.50% വരെയൊക്കെയാണ് ലഭിക്കുന്നത്. അപ്പോൾ അത് വലിയ ഒരു റിട്ടേൺ ഒന്നും അല്ല. അപ്പൊ നമുക്ക് അടുത്ത 4ാമത്തെ എന്താണെന്ന് നമുക്ക് നോക്കാം. 4ാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഗോൾഡ് ആണ്. അപ്പൊ ഗോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഗോൾഡായിട്ട് വാങ്ങിച്ച് വെക്കാം, ഡിജിറ്റൽ ഗോൾഡായിട്ട് വാങ്ങി സൂക്ഷിക്കാം. ഗോൾഡ് ബോണ്ട് സോവറൻറ്റീസ് ഒക്കെ ഉണ്ട്, അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പം നിങ്ങൾ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഗുണം നിങ്ങൾക്ക് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ചാർട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് 10 ഗ്രാമിന്റെ വിലയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 2010 18,500 രൂപയുടെ ഗോൾഡ്. അതായത് നിങ്ങൾ 18,500 രൂപയ്ക്ക് 2010 വാങ്ങിയ ഗോൾഡിന്റെ ഇന്നത്തെ വാല്യൂ 64,340 രൂപയാണ്. അതായത് എത്ര ഇരട്ടി വളർന്നു എന്ന് നിങ്ങൾ തന്നെ നോക്കുക. 4 ഇരട്ടിയോളം വളർന്നിരിക്കുകയാണ്. പക്ഷെ അതിന് ഏകദേശം 13 വർഷം കാത്തിരിക്കേണ്ടി വന്നു. എന്നിരുന്നാൽ പോലും 2020 നമ്മൾ 48,681 രൂപയ്ക്ക് വാങ്ങിച്ച ഗോൾഡിന് ഇന്ന് 64,340 രൂപയുണ്ട്. അതായത് ഒരു 3 വർഷം കഴിയുമ്പോഴേക്കും ആ ഗോൾഡിന്റെ വില, അല്ലെങ്കിൽ 4 വർഷം ആയപ്പോഴത്തേക്ക് ഗോൾഡിന്റെ വില നല്ല രീതിയിൽ തന്നെ ഉയർന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇതും റിസ്ക് ഫ്രീ ആണ്. ഇപ്പൊ പലർക്കും ഡിജിറ്റലി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഫ്രീ ആയിട്ട് ഇത്തരം ഗോൾഡൊക്കെ വാങ്ങിച്ച് നമുക്ക് ലോക്കറിലൊക്കെ വെച്ച് സൂക്ഷിക്കാം എന്നുള്ളത് കൊണ്ട് അത്തരക്കാർക്ക് ഈ ഒരു ഗോൾഡിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇനി 3ാമതായിട്ട് പറയാൻ പോകുന്നത് എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്, അതായത് 3ാമതായി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടുകളെയാണ്. അപ്പൊ ഈ മ്യൂച്വൽ ഫണ്ടുകൾ എന്താണെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ആശങ്കയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങൾ നല്ലൊരു സാമ്പത്തിക വിദഗ്ധനെ, നമ്മൾക്കെല്ലാം ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, നിങ്ങൾ ആ ബാങ്കിൽ ഒരു സാമ്പത്തിക വിദഗ്ധനെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് അദ്ദേഹം നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു തരും. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിന് 7% 8% ഒക്കെ ലഭിച്ച സമയത്ത് ഇവിടെ മ്യൂച്വൽ ഫണ്ടുകൾക്ക് 35% വരെയൊക്കെ ലഭിക്കുന്നുണ്ട്. 40%, 41%, 48% വരെയൊക്കെ ലഭിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്നും അറിയാതെ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണ്ട. കാരണം ഇതും ഈ പറയുന്ന അത്തരത്തിലുള്ള റിസ്ക് ഉള്ള കാര്യമൊന്നും അല്ല. ഇതിനെപ്പറ്റി നമ്മൾ വ്യക്തമായി ഒന്ന് പഠിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ കമന്റ് ഇട്ടോളൂ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പൊ അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് SIP പറ്റിയാണ്. SIP ഒരു തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. പക്ഷെ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് മാത്രം വ്യത്യാസമാണെന്നാണ് ഉള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള 1000 രൂപയോ 500 രൂപയോ എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് SIP-യിലേക്ക് പ്രതിമാസം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. SIP-യുടെ ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഗ്രോത്ത് റേറ്റ് ഒക്കെ തന്നെ നമുക്ക് ലഭിക്കും. പക്ഷെ പലരും SIP ആണ് ഒന്നാമതായി ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് പലരും. പക്ഷെ ഞാനിവിടെ ഒന്നാമതായിട്ട് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, ഞാൻ ഷെയർ മാർക്കറ്റിലാണ്, ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൂടുതലും. അതുകൊണ്ട് ഞാൻ 1ാം സ്ഥാനത്ത് ഷെയർ മാർക്കറ്റ് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പലരും ഷെയർ മാർക്കറ്റ് എന്നുള്ളൊരു പേര് കേൾക്കുമ്പോഴേ ഭയക്കാറുണ്ട്. ആ ഭയം ആദ്യം ഒഴിവാക്കുക. നിങ്ങൾ ഡേ ട്രേഡ് അല്ലെങ്കിൽ ഇൻട്രാ ട്രേഡ് അങ്ങനെയുള്ള ഹൈ റിസ്ക് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് പോകാതിരിക്കുക. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും ഷെയർ മാർക്കറ്റിൽ. പലർക്കും അത് അറിയില്ല. ഞാനും ഷെയർ മാർക്കറ്റ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ പലരും ഞാൻ ഷെയർ മാർക്കറ്റിൽ നിന്ന് പ്രതിമാസം 70,000 രൂപ മുതൽ 1 ലക്ഷം രൂപയിലേക്ക് ഞാൻ സമ്പാദിക്കാറുണ്ട് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റിൽ. അപ്പോൾ ഞാൻ അതിന്റെ പ്രൂഫൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഷെയർ മാർക്കറ്റിനെ പറ്റി ഒരു കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. ദയവായി നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് കാണുക. ഞാൻ ആ ഒരു വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് താഴെ കൊടുക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ഇന്ത്യൻ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ്. ബെസ്റ്റ് ടൈം ഞാൻ കാര്യമായിട്ട് പറയുകയാണ്. നമ്മുടെ കൊറോണയൊക്കെ കഴിഞ്ഞ് ഇന്ത്യൻ കമ്പനികൾ ഉയർന്നു വരുന്നത് വെറും 60,000 രൂപ അല്ലെങ്കിൽ പോലും ഒരു 6 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ 6 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 1.5 വർഷം കൊണ്ട് 6 ലക്ഷത്തെ 1,80,000 രൂപ അല്ലെങ്കിൽ 1,80,00,000 രൂപ, ക്ഷമിക്കുക, 1,80,00,000 രൂപ ആക്കി മാറ്റാൻ സാധിക്കുമോ എന്ന് പറഞ്ഞാൽ 1.5 വർഷം കൊണ്ട് ആക്കി മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊരു അത്ഭുതമല്ല. അല്ലാത്തവരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പലരും ഷെയർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പേടിച്ച്
പിന്നിലേക്ക് പോകാറുണ്ട്. ഞാൻ അവർക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊരു 6 ലക്ഷം രൂപ 2021 ഫെബ്രുവരിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, അതായത് കറക്റ്റ് 1.5 വർഷം കഴിയുമ്പോൾ അത് 1,80,00,000 രൂപ നിങ്ങളിലേക്ക് തിരിച്ചെത്തിയേനെ. അതിന്റെ ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഞാനൊരു സെബി അപ്രൂവ് ആയിട്ടുള്ള ഒരു അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് എനിക്ക് കമ്പനിയുടെ പേരുകൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണിക്കുന്നതുകൊണ്ട് ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പേര് ഇവിടെ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും. സ്ക്രീനിൽ കാണാൻ സാധിക്കും 1 ഫെബ്രുവരി 2021 വില 6 രൂപ 20 അതായത് 2021 ഫെബ്രുവരി 6 രൂപ 20 കിടന്ന ഈ കമ്പനിയുടെ ഷെയറിന്റെ വാല്യൂ 9 സെപ്റ്റംബർ 2022 179 രൂപ 30 ആയി. അതായത് നിങ്ങൾ അന്ന് 6,20,000 രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് കറക്റ്റ് 1.5 വർഷം കൊണ്ട് 1,80,00,000 രൂപയിലേക്ക് ആയി മാറിയേനെ. ഇതൊന്നും എല്ലായ്പ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ ഇതിനെപ്പറ്റി വ്യക്തമായി ഒന്ന് പഠിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൗതുകമായിട്ട് തോന്നണ്ട. അപ്പോൾ ഇത് ഷെയർ മാർക്കറ്റ് ചെയ്യുന്നവർക്ക് ഇതൊന്നും ഒരു പുതിയ കാര്യമൊന്നുമല്ല. അവർ ഇതിനേക്കാളും വലിയ വലിയ കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും ഒന്നും കിട്ടണമെന്നില്ല. നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഷെയർ മാർക്കറ്റിൽ പണം പോയവരെയാണ് കൂടുതൽ നമ്മൾ കാണാറുള്ളത്. പക്ഷെ അത്തരത്തിൽ പണം എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു. നമ്മൾ ഡേ ട്രേഡ് ചെയ്താൽ പണം പോകും. അറിയാതെ ഇതിലേക്ക് തിരിക്കുന്നത് നമ്മൾ നല്ലൊരു എന്താ പറയുക, നമ്മളൊരു അഡ്വൈസറെ കാണുക, അതിനുശേഷം മാത്രം ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് 5 ഇൻവെസ്റ്റ്മെന്റ് രീതികൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ വിളിക്കാൻ പറ്റും. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ ഈ കാണിക്കുന്ന പല നമ്പറുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാറുണ്ട്. ആരും അത് കാണാതെ കമന്റ് ഇടും. ദയവായി ഡിസ്ക്രിപ്ഷൻ ബോക്സും കൂടെ നോക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്ര ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു ഗുണം നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ നിന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ വളരെ കുറവാണ്. നമുക്ക് ഈ പ്രൊഡക്ട്സ് നിങ്ങൾ 10 ലക്ഷം രൂപയ്ക്ക് ഒരു ഭൂമിയെ വാങ്ങാൻ സാധിക്കും. പക്ഷെ നിങ്ങൾക്ക് 10 ലക്ഷം രൂപയ്ക്ക് 20 കമ്പനികളുടെ ഷെയർ വാങ്ങിച്ചിടാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് 20,000 രൂപയായി സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗോൾഡ് പല രീതിയിൽ വാങ്ങാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു 20,000 രൂപയുടെ ആവശ്യം മാത്രമേ ഉള്ളെങ്കിൽ ഒരു ഷെയർ മാത്രം നിങ്ങൾ വിൽക്കുക, അല്ലെങ്കിൽ ഒരു കൂട്ടം ഗോൾഡ് മാത്രം നിങ്ങൾക്ക് വിൽക്കുക. പിന്നെ മാത്രമല്ല ഇന്ത്യൻ കമ്പനികളൊക്കെ വളരെ നല്ല രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ പറയാനുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾക്കായിട്ട് നമ്മൾ നിരവധി സേവനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ സേവനങ്ങളിലെല്ലാം നിങ്ങളെ കൂടെ പങ്കാളിയാക്കിക്കൊണ്ടാണ് പ്രൈം ക്യാപിറ്റൽ ഇന്റർനാഷണൽ, ക്ഷമിക്കുക പേര് മാറിയത് ഞാൻ മറന്നുപോയി, ലോവിനോ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോ പ്രൈം ക്യാപിറ്റൽ ആയതുകൊണ്ട് ആ ഒരു കെട്ടിറങ്ങിയിട്ടില്ല. അപ്പോൾ ലോവിനോ ഇന്റർനാഷണൽ നിങ്ങളെ കൂടെ ഇതിൻ്റെ അകത്ത് പങ്കാളിയായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു രൂപ ചെലവില്ലാതെ നമ്മളോടൊപ്പം വർക്ക് ചെയ്യുന്ന മാസം 1 ലക്ഷം രൂപ മുകളിലൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അതിനാണ് നിങ്ങൾ കാത്തിരിക്കുക. ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്ഡേറ്റ്സുമായിട്ട്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ ഉടൻ വരാം. ഞാൻ വീണ്ടും ഒന്നും കൂടെ പറയുന്നു, നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ വിദേശത്തോ നാട്ടിലോ ടോപ്പ് യൂണിവേഴ്സിറ്റീസിൽ ഗവൺമെന്റ് ലോൺ സഹിതം നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അത് മാത്രമല്ല, നിങ്ങൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഞങ്ങളിലൂടെ തന്നെ ഞങ്ങൾ ജോബ് പ്ലേസ്മെന്റിനുള്ള കാര്യങ്ങളും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ്. മാത്രമല്ല, നമ്മൾ ഈ വർഷത്തെ അക്കാഡമിക് ഇയർ ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കോൺടെസ്റ്റ് വിന്നർ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് നമ്മൾ ഫസ്റ്റ് ഇയർ അക്കാഡമിക് ട്യൂഷൻ ഫീസ് നമ്മൾ പ്രൊമോഷനായിട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികളായിരിക്കാം. അത് മാത്രമല്ല, നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റ് സുഹൃത്തുക്കളിലേക്ക് മക്കൾ വിദേശത്തോ നാട്ടിലോ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളെ അറിയിക്കുക. നമ്മൾ അതിന്റെ റെഫറൽ ഫീസ് നിങ്ങൾക്ക് നല്ലൊരു തുകയും നൽകുന്നതായിരിക്കും പാരിതോഷികമായിട്ട്. അപ്പോൾ ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ വീണ്ടും നമ്മുടെ സർവീസസും നമ്മുടെ പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളൊക്കെ ഞാൻ ഇനിയും വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.